ഹലോ ഗൈസ്, ദിവസങ്ങളൊക്കെ എത്ര പെട്ടെന്നാണല്ലേ പോകുന്നത്. അങ്ങനെ പറഞ്ഞ് നമുക്ക് തിരിച്ചു പോകേണ്ട ദിവസമായിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ മാങ്ങ പറിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ട് പച്ചയും പറിക്കുന്നുണ്ട്, പഴുത്തതും പറിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പഴുത്തതിന് കൂടെ ഇരുന്ന് ഈ പച്ചയെ കൂടെ പഴുക്കുമെന്നുള്ളത് അറിയത്തില്ല, എന്നാലും അച്ചാറെങ്കിലും വെക്കണമെന്ന് ഞാനങ്ങോട്ട് വിചാരിക്കുന്നു. അതിനുശേഷം നേരം ഭക്ഷണം കഴിക്കാൻ പോയിട്ട് രാവിലെ പുട്ടായിരുന്നു. പുട്ടും കടലക്കറിയാണ്. പക്ഷേങ്കിൽ പുട്ടും മാമ്പഴവും എന്നുള്ള എൻ്റെ ഒരു ഇഷ്ട കോമ്പിനേഷൻ ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ കേട്ടോ കഴിച്ചത്. അതിനുശേഷം കുറച്ചും കൂടെ മാങ്ങ പെറുക്കാനുണ്ടായിരുന്നു, അതൊക്കെ പെറുക്കി കഴിഞ്ഞു. ഇന്നത്തെ ദിവസം എന്ന് വെച്ചാൽ ഭയങ്കര തിരക്കാന്ന് എല്ലാവർക്കും അറിയാലോ. കാരണം തിരിച്ചു പോകുന്ന ദിവസമാകുമ്പോൾ നമുക്ക് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ആകെ തിരക്ക് തന്നെയാണ്. പക്ഷെ അതിനിടയിൽ കൂടെ വീട്ടിലത്തെ പൈനാപ്പിളൊന്നും കഴിക്കാൻ മറക്കുന്നില്ല. അതിനിടയിൽ കൂടെ ചെറുതായിട്ട് പാക്കിങ്ങൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒക്കെ അവിടെ ഇവിടെയൊക്കെ ഉള്ളത് കൂടെ ഒതുക്കി കൂട്ടി ബാഗിനകത്ത് കയറ്റിയാണ്. അങ്ങനെ ഏകദേശമൊക്കെ ഒരു ലേ ഔട്ട് ചെയ്തതിന് ശേഷം പിന്നെ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാനിരുന്നു. എല്ലാവരും ചേർന്ന് ഫുഡൊക്കെ കഴിച്ച ശേഷം പിന്നെയും ബാക്കി പണികളൊക്കെ തുടരുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ വീഡിയോ എടുക്കുന്നു. കാരണം നമ്മൾ പണിയൊന്നും എടുക്കാതെ ഫുൾ ടൈം വീഡിയോ എടുത്തുകൊണ്ട് നടക്കാമെന്ന് പറയിപ്പിക്കരുതല്ലോ. അങ്ങനെ അതിൽ പുറത്തിറങ്ങിയിട്ട് കുറച്ച് കോവയ്ക്കും കൊണ്ട് പറിക്കാനുണ്ട് കേട്ടോ. അങ്ങനെ വീട്ടിലുണ്ടായ കുറച്ച് പ്രോഡക്റ്റ്സൊക്കെ നമ്മൾ കൊണ്ടുപോകുക എന്നുള്ളത് നമ്മുടെ ഒരു ആചാരമാണല്ലോ. ചക്ക, മാങ്ങ, തേങ്ങ, ചക്കക്കുരു, ഇടിച്ചക്ക തുടങ്ങി കുറേ ഐറ്റംസ് കൊണ്ടുപോകാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു വിധത്തിൽ ഒതുക്കി വെച്ച് കഴിഞ്ഞപ്പോഴാണ് അമ്മയ്ക്കൊരു കാര്യം ഓർമ്മ വന്നത്. നമ്മൾ വന്നിട്ട് പറിച്ച് വറുക്കാനിരുന്ന ചക്ക ഇപ്പോഴും പ്ലാവേ തന്നെ നിൽക്കുന്നുള്ളൂ. പിന്നെ അമ്മ ഏതായാലും പെട്ടെന്ന് പോയി ചക്ക വെട്ടിയിട്ടു. നമ്മൾ ആദ്യം വേണ്ടാന്ന് പറഞ്ഞാണ്, കാരണം ഇനി പോകാൻ 2 മണിക്കൂർ ബാക്കിയുള്ളൂ, തുടങ്ങിക്കഴിഞ്ഞാൽ തീരത്തില്ല എന്നുള്ളൊരിത്. പക്ഷേ അമ്മയ്ക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ചെയ്ത് തീർക്കുന്നുള്ളത്. അങ്ങനെ വീട്ടിലെ എല്ലാവരും കൂടെ ഒത്തുചേർന്ന് ചക്കയൊക്കെ കൂടെ റെഡിയാക്കി വറുത്തുകൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് ഒരു 15 മിനിറ്റ് മുന്നേ തന്നെ പണികളെല്ലാം തീർത്ത് ചക്ക വറുത്തത് ആറിക്കുകയും ചെയ്ത് പാക്കും ചെയ്ത് ബാഗിനകത്തും കൂടെ കയറ്റാൻ പറ്റിട്ടോ. നമ്മൾ ആരും തന്നെ വിചാരിച്ചിരുന്നില്ല ഇത്രയും കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റുന്നുള്ളത്. പിന്നെ കുറച്ച് ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാനായിട്ട് വേവിച്ച് അത് വേറെ പാത്രത്തിലാക്കി വെക്കുകയും ചെയ്തിട്ടോ. അങ്ങനെയുള്ള പണികളൊക്കെ തന്നെ ചെയ്തു. പിന്നെ കുറച്ച് ചക്ക വറുത്തത് കഴിക്കാനും പറ്റി. അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഏതൊരു പ്രോഡക്റ്റിനെയും ഒരു വിഹിതം നമുക്കോട് തന്നു വിട്ടില്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന അമ്മമാർക്ക് സ്വസ്ഥത വരില്ല എന്ന് പറയുന്നത് എത്ര ശരിയല്ലേ. അതിനുശേഷം പിന്നെ ഞങ്ങൾ വൈകുന്നേരം ഒരു 6:30 6:45 ആയപ്പോഴത്തേക്കും ചോറും കൂടെ കഴിച്ചിട്ടാണ് കേട്ടോ ഇറങ്ങുന്നത്. രാത്രി ഒരു 8:15 നമുക്ക് ആലുവ മെട്രോ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റാണ് ബസ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ നമ്മളൊരു 7:15 ആയപ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ. അപ്പോൾ അച്ഛനും അപ്പവും കൂടെയാണ് നമ്മളെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. ബ്ലോക്കിലൊന്നും പെടാതെ നമ്മളങ്ങനെ കൃത്യസമയത്തിന് എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല പീക്ക് ടൈമാണ്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ധാരാളം ബസ്സുകൾ ഇവിടുന്ന് പോകാനുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒന്നൊന്നിന് പിന്നിലായിട്ട് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബസ്സാണെങ്കിൽ ഏറ്റവും പുറകിലാണ് കേട്ടോ കൊണ്ട് നിർത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ലഗേജ് ചുവന്നോണ്ട് അവിടെ വരെ നിർത്തേണ്ടി വന്നു. നമ്മുടെ ബസ് യാസ് ട്രാവൽസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ചായിട്ട് ഈ ഒരു ബസ്സിലാണ് ട്രാവൽ ചെയ്യുന്നത്. സാധാരണ നമ്മൾ കല്ലട ബസ്സാണ് ഉപയോഗിക്കാറ്. പക്ഷേങ്കിൽ ഈ ഒരു ബസ്സിലെ യാത്ര അത്രയും നല്ല സുഖമായിട്ട് തോന്നി. അതുകൊണ്ട് നമ്മളിപ്പോൾ സ്ഥിരം ഇതിലാണ് പോകുന്നത്. ബസ് കയറിയപ്പോൾ തന്നെ അച്ചോടം കിടന്നുറങ്ങി. എനിക്കതിന് ഏറ്റവും വലിയ ബോറിംഗ് ഉള്ള പരിപാടി. കാരണം കയറി ഉടനെ എനിക്ക് ഉറക്കാൻ വരത്തില്ല. എങ്ങനെയൊക്കെ നേരം വെളുപ്പിച്ചു. ഇനി നമ്മുടെ സ്റ്റോപ്പത്തൊന്നും കാത്തിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇനി ലഗേജൊക്കെ എടുത്ത് ഇനി ഇവിടുന്ന് ഒരു ഓട്ടോ വിളിച്ചു വേണം കേട്ടോ നമുക്ക് ടൗൺഷിപ്പിലേക്ക് പോകാനായിട്ട്. അങ്ങനെ കുറച്ച് നേരം കൂടെ കാത്തുന്നു. ബൈപ്പാസ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയയിൽ ഓട്ടോ കിട്ടുന്നതൊക്കെ കുറവാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു ഓട്ടോ കിട്ടി നമ്മൾ ലഗേജൊക്കെ കയറ്റി നമ്മൾ ടൗൺഷിപ്പിലേക്ക് പോവാണ്. സ്കൂൾ ടൈമാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ സെക്കൻഡ് ഗേറ്റ് വഴിയാണ് കേട്ടോ കയറുന്നത്. അതുകൊണ്ട് തന്നെ പോലീസും സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ആയിക്കൊണ്ട് മറ്റൊരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. ഇന്നത്തെ എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറയുന്നത് സാധാരണത്തെ പോലെയല്ല. ഇന്നിപ്പോൾ വന്ന ദിവസം ഉച്ചയ്ക്ക് തന്നെ അച്ചോട്ടന് തിരിച്ച് ഡ്യൂട്ടി കയറേണ്ട സമയമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്ലീനിങ്ങും പറഞ്ഞു വിടേണ്ടതും ആകെ ഒരു തിരക്ക് പിടിച്ചതാണ്. സാധാരണ നമ്മൾ വന്ന് 1-2 ദിവസം സെറ്റായതിന് ശേഷമാണ് ഡ്യൂട്ടിക്ക് കയറേണ്ടുള്ളൂ. പക്ഷേങ്കിൽ ഇന്ന് അതെല്ലാം കൂടെ ഒരുമിച്ചായതുകൊണ്ട് എനിക്കുള്ള പണികളെക്കുറിച്ചുള്ള ആദ്യമാണ്. പക്ഷേങ്കിൽ ഇവിടെ വരുന്നതും ഒരു സന്തോഷം തന്നെയാണ്. അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മൾ തിരിച്ച് കയറാൻ കേട്ടോ. ഈ ഒരു ഏരിയയിൽ നമ്മൾ മാത്രമാണ് ഈ ഒരു സൈഡിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കരിയലുകളെല്ലാം തന്നെ എന്നെ കാത്ത് കിടക്കുന്നതാണ്. അങ്ങനെ നമ്മൾ തിരിച്ച് റൂമിലേക്ക് വന്ന് കയറിയിട്ടോ. കുറേ ദിവസം അടച്ചിട്ടുകൊണ്ട് തന്നെ റൂമിൽ കയറുമ്പോൾ ഒരു പ്രത്യേകതരം പൂപ്പല്ല മണമൊക്കെയാണ്. ഒന്നാമത് നമ്മൾ ബീച്ച് സൈഡ് ആയതുകൊണ്ട്. പിന്നെ എനിക്ക് കുറച്ച് ചെടികളൊക്കെ ഉണ്ടായിരുന്നു, അതിനൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ചു. ഇപ്പോൾ ഫസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുക എന്നുള്ളതാണ്. ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ കടയിൽ നമ്മൾ ഉദ്ദേശിച്ച ഐറ്റംസ് ഒന്നും കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഊത്തപ്പവും ചട്നിയാണ് ഞാൻ കഴിച്ചത്. സാമ്പാർ എനിക്ക് ഇവിടുത്തെ അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല. എന്താണെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടെ, അങ്ങനെ കൂട്ടാറില്ല. പിന്നെ ഒരു കോഫിയും കുടിച്ചിട്ട്. നാട്ടിൽ നിന്ന് വരുന്ന ദിവസം എനിക്ക് കോഫി കുടിക്കുന്നത് നിർബന്ധമാണ്. കാരണം ഇനിയുള്ള പണിയെടുക്കാനുള്ളൊരു മോട്ടിവേഷനൊക്കെ എനിക്ക് ഇതിൽ നിന്നാണ് കിട്ടുന്നത്. പിന്നെ തിരിച്ചു വരുന്ന വഴിക്ക് പാലും വാങ്ങിച്ചിട്ട് നമ്മൾ അങ്ങനെ വീട്ടിലെത്തി. എല്ലാവരും ഉണ്ടല്ലോ. ഞാൻ വന്നതറിഞ്ഞ് എൻ്റെ മക്കൾസ് എല്ലാവരും തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ കാണുമ്പോൾ ഇങ്ങനെ വാലാട്ടം കുറച്ച് പേരുണ്ടെങ്കിൽ പിന്നെ വേറെ എന്ത് വേണം ഈ ലോകത്ത്. അങ്ങനെ ഇവരെ കാണുമ്പോൾ തന്നെ പ്രത്യേക വൈബാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഏതായാലും ഇവർക്ക് പാലും കൊണ്ട് വന്നപ്പോഴത്തേക്കും ബാക്കിയുള്ളവരൊക്കെ പോയി. എൻ്റെ മുത്തുമണി ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മുത്തുമണിക്ക് കുറച്ച് പാലൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. കുറേ ദിവസം എന്തായാലും ഞാനില്ലാത്തത് ഇവരെ കുറച്ച് നല്ല രീതിയിൽ തന്നെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടാവും എന്നറിയാം. കാരണം ഇവിടെ വീടുകളൊക്കെ കുറവാണ്. അതുകൊണ്ട് ഇവർക്ക് ഭക്ഷണം കിട്ടുന്നത് നമ്മളിങ്ങനെ കൊടുക്കുമ്പോഴാണല്ലോ. അതുകൊണ്ട് തന്നെ പാവം എത്ര ആർത്തിക്കാണ് കുടിക്കുന്നത് അറിയാം. ഇപ്പോൾ കുടിക്കുന്ന കാണുമ്പോൾ തന്നെ എനിക്കും എൻ്റെ മനസ്സങ്ങ് നിറയണ ഒരു ഫീലാണ് കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ ഇനി മതിപ്പം വേണം അവർക്ക് കൊടുക്കാനായിട്ട്.
ഇനിയിപ്പോൾ ഓരോ പണിയായിട്ട് തുടങ്ങുകയാണ്. ആദ്യം തന്നെ ചെയ്യേണ്ടത് ഫിൽറ്റർ റെഡിയാക്കുക എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ കുടിവെള്ളം കിട്ടുള്ളൂ. അച്ചോട്ടനകത്ത് ചെയ്യുന്ന ഗ്യാപ്പിൽ ഞാനതിന് ചക്കയും മാങ്ങയൊക്കെ ഒന്ന് ഒതുക്കി വെക്കുകയാണ്. അല്ലെങ്കിൽ അത് ചിലപ്പോൾ കവറിനകത്ത് തന്നെ ഇരുന്ന് ആകെ ചൂട് പിടിച്ച് കേടായിപ്പോൾ. പിന്നെ ചെയ്യുന്ന മെയിൻ ടാസ്ക് എന്ന് പറയുന്നത് ഉച്ചത്തേക്കുള്ള ഫുഡ് റെഡിയാക്കുക എന്നുള്ളതാണ്. രാവിലെ നമ്മൾ പുറത്തുനിന്ന് കഴിച്ചല്ലോ, അപ്പോൾ ഉച്ചയ്ക്കും രാത്രിയിൽ എന്തായാലും വീട്ടിൽ നിന്ന് കഴിക്കാൻ ഓർത്തു. അങ്ങനെ അതായത് നാട്ടിൽ പോകുന്നതിന് മുന്നേ ഫ്രിഡ്ജ് കാലിയാക്കുന്ന സമയത്ത് അതിനകത്ത് ബീട്രൂട്ടും തൈരും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ചോറും ബീട്രൂട്ടും മെഴുക്കൂറ്റും മോര് കാച്ചതുണ്ടാക്കി. സംഭവം ചെറിയൊരു ഊണാണെങ്കിലും നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും രുചി നമ്മുടെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കഴിക്കുന്നത് തന്നെയാണല്ലോ. അതുകൊണ്ട് ഉച്ചയ്ക്ക് കഴിക്കാനും പറ്റി, രാത്രിയിലേക്ക് കൊടുത്തു വിടാനും പറ്റിയിട്ടോ. അങ്ങനെ അച്ചോട്ടൻ ഒരു 1:45 നേരെ ഓഫീസിലോട്ട് പോയി. അതിനുശേഷം ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ഇനി എൻ്റെ ക്ലീനിങ് 1 പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്. കാരണം ഇത്രയും ദിവസം അടച്ചിട്ടുകൊണ്ട് നല്ലധികം പണികളുണ്ട് കേട്ടോ. തുണി കഴുകി ടെറസിലും കൊണ്ടുപോയിട്ട് മെല്ലെ പണികളൊക്കെ ഉണ്ട് പാട്ട് വെച്ച് അങ്ങോട്ട് തുടങ്ങിയിട്ടോ. അപ്പോൾ ഇതുപോലുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ എന്തെങ്കിലും അനുഭവങ്ങളുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇത്രയും നേരം കണ്ട് സഹിച്ചതിന് ഒത്തിരി നന്ദി. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ഓക്കെ, ബൈ.